ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവലയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലയ്ക്ക ഫ്രൈ. നമ്മുടെ ചോറിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പടവലയ്ക്ക, നമ്മുടെ മൂക്കാത്ത ഒരു ഇളത്ത പടവലയ്ക്ക കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കുക. അതിൻ്റെ പുറമേയുള്ള ആ വെളുത്ത തൊലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാംസഭാഗമൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. അത് കൂടാതെ നമ്മളിപ്പോൾ അതെല്ലാം പിന്നെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അധികം നീളം കൂടുതലുമല്ല, എന്നാൽ ഒരു മീഡിയം നീളത്തിൽ ഞാനൊരു കുറച്ച് കനത്തിലും കൂടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അത് നീളം കൂട്ടിയോ നീളം കുറച്ചോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി അതൊന്ന് കറിക്ക് ആക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ വറ്റൽമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഒന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിനി ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉപ്പും കൂടി ഇടുമ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉപ്പും കൂടി കുറച്ച് ഇട്ടിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു സവോള ഒരു പകുതി ഒന്ന് വേവാകണം, അത്രയും മതി കേട്ടോ. നമ്മുടെ സവോള പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പടവലയ്ക്കയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പടവലയ്ക്കൊക്കെ ഒന്നും ഒരുപാട് വേവില്ലാത്ത ഒരു വെജിറ്റബിൾ ആണല്ലോ അല്ലേ. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളം, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടി കുറച്ച് നമുക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പടവലയ്ക്ക നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടാതെ നമ്മളൊരു 1/2 ടീസ്പൂണോളം ചതച്ച മുളകും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച മുളക് ചേർത്തതിന് ശേഷം ഇനി ചേർക്കേണ്ടത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണേ. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ വെജിറ്റബിളിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ പടവലയ്ക്കയിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ കറിവേപ്പില ചേർക്കണതാണല്ലോ. നമ്മൾ കറിവേപ്പില എത്രയും ചേർക്കണം അത്രയും ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു പടവലയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറെല്ലാം കഴിക്കാൻ വേഗം റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.